ഒരെണ്ണം പാളിപ്പോയാൽ എന്താ ഗൈസ്, ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ. ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ കടിൽ ക്ലൗഡിന്റെ പേജിലാണ് കാണുന്നത്. പിന്നെ എന്തുകൊണ്ട് നമുക്കും ഇത് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. പക്ഷെ ശരിക്കും ഗൈസ് ഇത് അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്ന മെസ്സേജ് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പൊ ആദ്യം നമ്മൾ ഇതേപോലെ ഒരു പീസ് കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എഴുതേണ്ട സീക്രട്ട് മെസ്സേജ് ഒരു പേപ്പറിൽ എഴുതുക. കൂടെ പിന്നെ എന്തെങ്കിലും പടമൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അതും കൂടെ വരച്ചു. ഞാനിപ്പോ പിൻട്രസ്റ്റിൽ നോക്കി ഒരു പടവും വരച്ചൊരു കോട്ടും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈ പീസ് കാർഡ് ബോർഡിലേക്ക് അതൊന്ന് ഒട്ടിച്ചു വന്നപ്പോ പേപ്പറിൽ കുറച്ച് സ്പേസ് കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ട് കുഞ്ഞ് നീളം പീസിലുള്ള കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അതിൽ വെക്കുമ്പോൾ ഒരു പൊക്കം കിട്ടാനാണ്. കാരണം ഇത് മൊത്തത്തിൽ കത്തിപ്പോവരുതല്ലോ, നമ്മുടെ മെസ്സേജ് കാണണം. അങ്ങനെ അത് രണ്ടും കൂടി ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു വെക്കുക. അപ്പൊ ഇതിന് കുറച്ച് പൊക്കം കിട്ടിയ പോലെ ഇരിക്കും. ഇനി നമ്മൾ ആദ്യം എടുത്ത സൈസിനുള്ള ഒരു കാർഡ് ബോർഡ് പീസ് വീണ്ടും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ അകത്ത് ഇതേപോലെ സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്ത് മാറ്റണം. ഇതെനിക്ക് വലിയ വൃത്തിക്കൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഇതിലാണ് അതിന്റെ ഭംഗി ഇരിക്കുന്ന. ഒരു വൃത്തിക്ക് കട്ട് ചെയ്തെടുത്താൽ അത്ര നല്ലതായിരിക്കും. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, ഇതിന്റെ അകത്ത് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ആദ്യത്തെ പീസിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ഒരു തീപ്പെട്ടി എടുക്കുക, അത് കത്തിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സീക്രട്ട് മെസ്സേജ് ഇങ്ങനെ തെളിഞ്ഞു വരും. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു ഗൈസ്. പിന്നെ എനിക്ക് എന്റെ ക്രാഫ്റ്റ് സക്സസ് ആയതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വലിയ സമയമൊന്നും എടുക്കത്തില്ല. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.